പ്രിയമുള്ള KSRTC ജീവനക്കാരെ, സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങൾ KSRTC ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. KSRTCയിലെ ജീവനക്കാർക്ക് ഈ ഓണത്തിനായിരുന്നു പൂർണ്ണമായിട്ടും ശമ്പളം ഒറ്റത്തവണയാണ് നൽകിയത്. അത് വരും മാസങ്ങളിലും തുടർന്ന് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുമായിട്ടാണ് KSRTC ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, കുറേ കാലത്തിന് ശേഷം KSRTCയിലെ ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ഭത്ത കൂടി നൽകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ, സെപ്റ്റംബർ മാസം അവസാനത്തോടെ അതിൽ കിട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് KSRTC ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പ്രിയമുള്ള KSRTC ജീവനക്കാരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയാണ്. കാരണം നമുക്ക് വളരെ നല്ല നിലയിൽ ഓണത്തിന് ഒരുമിച്ച് ശമ്പളം തരാൻ കഴിഞ്ഞു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് ശമ്പളം തരിക എന്നുള്ളത്. അത് നമുക്ക് ഒരു മാസം ചെയ്യാൻ കഴിഞ്ഞു. തുടർന്നുള്ള മാസങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തുക. ഒരുപാട് പൈസ അവിടെ നിന്നൊക്കെ മറിച്ചിട്ടാണ് നമ്മൾ ഈ ശമ്പളം നിങ്ങൾക്ക് നൽകിയത്. അതിന് അനുസൃതമായി തന്നെ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ കഴിഞ്ഞ 2-3 ആഴ്ചയായി ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് പല ഡിപ്പോകളെയും ലാഭത്തിലേക്കും ലാഭനഷ്ടങ്ങളില്ലാത്ത പ്രവർത്തനക്ഷമതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എല്ലാ ജീവനക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ മികച്ച നേട്ടം, കാരണം എല്ലാ മാധ്യമങ്ങളും പരിശോധിക്കുമ്പോൾ നിങ്ങൾ നേരിട്ടറിയുന്നവരാണ്. നമുക്കൊരു മികച്ച നേട്ടം ചരിത്രത്തിൽ ആദ്യമായി ഏതാണ്ട് 10-15 ഡിപ്പോകൾ ഒഴിച്ച് ബാക്കി ഡിപ്പോകൾ മുഴുവൻ ഇന്നലെ തൊട്ടടുത്ത ദിവസം ഇന്നലെ പോലും ബ്രേക്ക് ഈവനായി നിൽക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതിന് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത, ഞാൻ ഇന്ന് CATUവിൻ്റെ നേതാക്കളായിട്ടുള്ള ശ്രീ TP രാമകൃഷ്ണൻ MLA, ശ്രീ ഹരികൃഷ്ണൻ, അതുപോലെ ഹണി ബാലേന്ദ്രൻ, ഇവരുമായിട്ടെല്ലാം ഒരു ചർച്ച നടത്തിയിരുന്നു. CATUവിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ അലവൻസ് വേണം എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. വളരെ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് 30-ാം തീയതി കഴിയുമ്പോൾ, 30-ാം തീയതി വരെ പണം സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഡേറ്റ് വൃത്തിയായി പറയണം. 30-ാം തീയതി കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവൽ അലവൻസ് കൂടി നൽകും എന്ന സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചർച്ച വിജയകരമായിരുന്നു. ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. എന്നിട്ട് പോലും നിങ്ങളുടെ ഒരു ആവശ്യം എന്ന നിലയിൽ ജീവനക്കാരോടുള്ള സ്നേഹം, നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവിനെ മാനിച്ചുകൊണ്ടാണ് CATU അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് അംഗീകരിക്കുകയും വളരെ പ്രയാസപ്പെട്ടു. കാരണം 30-ാം തീയതി എന്ന് പറയുന്ന ആ ദിവസം വരെ പരിശ്രമിച്ചാൽ മാത്രമേ ആ പണം കിട്ടത്തുള്ളൂ. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി കഴിഞ്ഞാലുടൻ ഫെസ്റ്റിവൽ അലവൻസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.